ധനുഷിന് ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത ആളുണ്ട് അങ്ങ് തകർത്തിട്ടുണ്ട് ആദ്യത്തെ. ആ ഗണ്ണിന് എത്ര പൊടി പോടുന്ന അറിയുന്നില്ല. GB പ്രകാശ് എന്റെ പോനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. രോമാഞ്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ പറഞ്ഞാൽ ഇവൻ നാളെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ധനുഷ് പിന്നെ സൂപ്പറല്ലേ. വെടിവെപ്പൊക്കെ അല്ല അത് കണ്ടിട്ട് നമ്മുടെ ജീവിതം കണ്ടല്ലേ ഗണ്ണൊന്നും അവൻ കണ്ടിട്ടില്ലേ. മറ്റേ ഇവനെ നാളേക്ക് ആ ഗണ്ണിന് എത്ര പൊടി പോടുന്ന അറിയുന്നില്ല, കണ്ടിട്ടില്ല. അയ്യോ എൻ്റെ പോലെ. പിന്നെ ഓക്കെ അന്യായം മ്യൂസിക് എന്ന് പറയുന്നത് BGM ഒക്കെ ഒരു കൈൻഡ് ഓഫ് നമ്മളങ്ങ് പിടിച്ചിരുത്തിയ ഓരോ സീൻസിനും അതിനതിന് വേണ്ടതായിട്ടുള്ള തക്കത്തിലുള്ള BGMസും കാര്യങ്ങളൊക്കെ. ധനുഷിന് ഒട്ടും അഭിനയിക്കാൻ അറിയാത്ത ആളുണ്ട് അങ്ങ് തകർത്തിട്ടുണ്ട് ആദ്യത്തെ പടം തന്നെയല്ല. കോസ്റ്റ്യൂംസ് ക്രാഫ്റ്റ് ആയിട്ടുണ്ട്, ആർട്ടാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നല്ല ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ ലോകേഷിൻ്റെ പടം കാണുന്നു, വേറെ നെൽസൻ്റെ പടം കാണുന്നു, അതിൽ നിന്നൊക്കെ ഒരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് എന്താണോ തമിഴ് സിനിമയിൽ ഇപ്പം മിസ്സിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. ഇപ്പം ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിങ് കോളിവുഡ് എന്നുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം ഇതേപോലൊരു പടം കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും ദർ ഇമ്പ്രൂവിങ്. നമ്മളെ മോളിവുഡൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കണം. ഒരുപാടുണ്ട്. ലാസ്റ്റ് 30 മിനിറ്റ് ഒന്നും പറയില്ല. അടിപൊളിയായിരുന്നു, അടിപൊളി പടം, മസ്റ്റ് വാച്ച് പടമാണ്. മ്യൂസിക് സോഴ്സ് ആനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അന്യായം. GB പ്രകാശ് ഒരു രക്ഷയില്ല, ക്ലാസ് മാസ്. ക്ലൈമാക്സ് സീൻസ് ഒക്കെ അടിപൊളി. മറ്റേ ശിവാനെ ഇല്ലേ, മറ്റേ പുള്ളി ഒരു രക്ഷയില്ല, തകർത്തന്നെ. ജയിലറിൽ വന്ന് പൊളിച്ചിട്ടില്ലേ, അതുപോലെ ഇതിലും വന്നിട്ട് അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പടത്തിൽ. അടിപൊളി. മറ്റേ ധനുഷിനേക്കായും മറ്റേ പുള്ളി ലാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് പുള്ളി അങ്ങ് എടുത്ത് ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി വന്നൊരു കലക്കലുണ്ട്. അതൊക്കെയാണ് ഗസ്റോളെല്ലാം അടിപൊളി. ഒരു രക്ഷയില്ല, അത്രയ്ക്കില്ല. ചേട്ടാ ഒന്നും പറയാനില്ല പറഞ്ഞാൽ കിടിലം ചേട്ടാ. ഇത് റിവ്യൂ പറഞ്ഞറിയിക്കേണ്ട ഒരു പടമല്ല, നമ്മൾ കണ്ട് തന്നെ എടുക്കണം. അത്ര തന്നെ പൊളിയാ. ധനുഷിനെ വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ പടം എടുത്തത് നമുക്ക് പടം കാണാൻ മനസ്സിലാവും. ധനുഷ് മാത്രമല്ല, ഈച്ചാൻ്റെ ഒരു കാസ്റ്റ് എല്ലാം അടിപൊളിയാണ്. നമ്മൾ ഒരു നെഗറ്റീവ് പറയാനായിട്ട് നമുക്ക് തോന്നുന്നില്ല പടം കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് തോന്നിയില്ല പേഴ്സണലി. അടിപൊളിയാ. GB പ്രകാശ് എൻ്റെ പോനെ പൊളിച്ചടിക്കുക. നമുക്ക് ഇങ്ങനെ കയറി വരും ഓരോ റിവ്യൂ കാണുമ്പോൾ. അത്രയ്ക്ക് ഇടാ. നമ്മള് അനിരുദ്ധിനെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ അനിരുദ്ധ ഫാനാണ് ഓൾറെഡി. അനിരുദ്ധിന്റെ ഫാനാണ് ഓൾറെഡി. അന്നിട്ട് GB പ്രകാശിന്റെ വിറക്കണ്ടപ്പോ ഞാൻ പറഞ്ഞു പക്ഷെ അനിരുദ്ധ മോശമാണെന്നല്ല. GB പ്രകാശ് അന്യായം, ഒന്നും പറയില്ല. ഇവന് സങ്കടമൊന്നുമില്ല. ഇല്ല, GB പ്രകാശ് കിടിലാണ് ഞാൻ ഇപ്പോഴും പറയും. പൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ക്ലാസ് മാസം എല്ലാം ഉണ്ട്, അടിപൊളി. ക്ലൈമാക്സ് സീൻസ് ഒക്കെ അടിപൊളി. മറ്റേ ശിവാനെ ഇല്ലേ, മറ്റേ പുള്ളി ഒരു രക്ഷയില്ല, തകർത്തന്നെ. ജയിലറിൽ വന്ന് പൊളിച്ചിട്ടില്ലേ, അതുപോലെ ഇതിലും വന്നിട്ട് അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പടത്തിൽ. അടിപൊളി. മറ്റേ ധനുഷിനേക്കായും മറ്റേ പുള്ളി ലാസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് പുള്ളി അങ്ങ് എടുത്ത് ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി വന്നൊരു കലക്കലുണ്ട്. അതൊക്കെയാണ് ഗസ്റോളെല്ലാം അടിപൊളി. ഒരു രക്ഷയില്ല, അത്രയ്ക്കില്ല.